السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ لا يستيقظ ساعة من الليل إلا قال الملك اللهم اغفر لعبدك فلان فإنه بات طاهرا. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ, ആരെങ്കിലും ഒരാൾ ശുദ്ധിയോടുകൂടി എന്ത് ചെയ്തു, രാപ്പാർത്ത് കഴിഞ്ഞാൽ, അതായത് ഉറങ്ങിക്കഴിഞ്ഞാൽ, ബാത ഫീ ശിആരിഹി മലക്കുൻ, അവൻ്റെ വസ്ത്രത്തിലും ഒരു മലക്ക് അവിടെ രാപ്പാർക്കും. ലാ യസ്തൈഖിളു സാഅതൻ മിനൽ ലൈൽ, അവൻ രാത്രിയിൽ എഴുന്നേൽക്കുകയില്ല. ഇല്ലാ ഖാലൽ മലക്കു, ഒരു മലക്ക് പറഞ്ഞിട്ടല്ലാതെ, എന്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഅബ്ദിക ഫുലാനിൻ, അല്ലാഹുവേ നിന്റെ ഈ അടിമക്ക്, നിന്റെ ഈ ഇന്ന വ്യക്തിക്ക് നീ എന്ത് ചെയ്യ്, നീ പുറത്തു കൊടുക്കണേ. ഫഇന്നഹു ബാത ത്വാഹിറൻ, കാരണം അവൻ ത്വഹൂറോടുകൂടിയാണ്, ശുദ്ധിയോടുകൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവൻ രാപ്പാർത്തിട്ടുള്ളത് എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, എന്നാൽ വലിയ ഭാരമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ശുദ്ധിയോടുകൂടി ഉറങ്ങാൻ. ശുദ്ധി എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടുന്നത് അത് വുളൂ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു തരം ഹദീസുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് പ്രോത്സാഹനം വന്നിട്ടുണ്ട്. ഫല്യതവല്ല, അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ. അതായത് ആരെങ്കിലും കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുളൂ ചെയ്യുന്നത് അതുപോലെ എന്ത് ചെയ്തോട്ടെ, വുളൂ ചെയ്തു കൊള്ളട്ടെ. അപ്പോൾ ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ വുളൂഇനാണ്. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ നജസ്സുകളും മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ചിലപ്പോൾ നജസ്സിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മുക്തമായിട്ട് തന്നെ ആയിരിക്കും ഉറങ്ങുന്നത്. പക്ഷേ നമ്മൾ കളിക്കുകയോ അതല്ലെങ്കിൽ വിയർത്ത് അല്ലാത്ത മോശമായ അവസ്ഥയിൽ ആ രൂപത്തിൽ നമ്മൾ ബെഡിലേക്ക് വന്ന് കടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അതും ഈ എന്തുതന്നെയാണ്, ഈ ശുദ്ധിയുടെ പരിധിയിൽ വരുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വേർത്ത് ആകെ വൃത്തികേടായ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പിന്നെ ഉറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇതിനോട് കൂടി ചേർത്ത് പറഞ്ഞൊരു കാര്യം, ഇവിടെ ശുദ്ധിയായി ഉറങ്ങുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെയും കൂടെ ശുദ്ധമാക്കി കൊണ്ടുവേണം ഉറങ്ങാൻ. എന്ന് പറഞ്ഞാൽ നല്ല ആത്മാർത്ഥമായ തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ അല്ലാഹുവിൻ്റെ അടുത്ത് നടത്തി, മറ്റുള്ള ആളുകളോടൊന്നും ഹൃദയത്തിൽ പകയും അസൂയയും മറ്റു കാര്യങ്ങളൊന്നും വെക്കാതെ ആ രൂപത്തിൽ കൂടെ കടന്നുറങ്ങുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ ഉറക്കം എന്നുള്ളത് അതൊരു ചെറിയ മരണമായിക്കൊണ്ടാണ് അതിനെ പരിചയപ്പെടുത്തപ്പെട്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന മേഖലകളാണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.